DSMCയുടെ വചന വിചാരത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 12 ഞായറാഴ്ചയിലെ ചിന്താവിഷയത്തെ ആസ്പദമാക്കി വിവിധ വായനാഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഈ ദിനം വൈദിക ഞായർ ആയി വേർതിരിച്ചിരിക്കുന്നു. സഭയിലെ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക അവസരമാണ്. വൈദിക വൃത്തിയിലായിരിക്കുന്ന ഏവർക്കും തങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും എപ്പോഴും ഓർക്കുന്നതിനും പ്രത്യേകാൽ ഈ പ്രാവശ്യം ഒന്നുകൂടെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനും ശുശ്രൂഷയ്ക്കായി പുനഃപ്രതിഷ്ഠിക്കുന്നതിനുമുള്ള അവസരമാണ്. ഇന്നത്തേക്ക് സഭ നിശ്ചയിച്ചിട്ടുള്ള വിഷയം പട്ടത്ത ശുശ്രൂഷ യാഗമാകാനുള്ള വിളി എന്നുള്ളതാണ്. ഓർഡൈൻഡ് മിനിസ്ട്രി, എ കോൾ ടു ബി സാക്രിഫൈസ്. ദൈവജനം ഏവരും വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലൂടെ ക്രിസ്തു ശരീരമായ സഭയിലെ അംഗങ്ങളായി തീർന്നപ്പോൾ രാജകീയ പുരോഹിതവർഗമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് പ്രാപിക്കുന്നതിന് ഈ ദിനം സൗകര്യമായി ഭവിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നാം പാഠമായി നാം വായിക്കുന്നത് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇരമ്യാവിന് തൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ചുള്ള സ്വയ അവബോധം. ഞാൻ നിന്നെ അറിയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നിന്നെ വേർതിരിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവജനത്തെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനായി നിയമിച്ചിരിക്കുന്നു എന്ന് യഹോവ പ്രവാചകനോട് അരുളി ചെയ്യുന്നു. 2-ാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയാണ്. ദൈവം വിവിധങ്ങളായ ശുശ്രൂഷകളാണ് ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവരവരുടെ ശുശ്രൂഷ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. അത് വിവിധ രീതിയിലും അവരവരെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകളുടെ അനുഗ്രഹ അനുഭവങ്ങൾക്ക് അനുസൃതവുമായാണ് എന്ന് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു. സ്ലീഹാഭാഗം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയാണ്. മൂപ്പന്മാർ, എൽഡേഴ്സ് ഓഫ് ദ ചർച്ച്, തങ്ങളുടെ ചുമതലയിലുള്ള ദൈവജനത്തെ നയിക്കുവാനും നടത്തുവാനും പ്രത്യേകം കടമപ്പെട്ടിരിക്കുന്നുവെന്നും ആ കടമ എല്ലായ്പ്പോഴും ഓർക്കണമെന്നും അത് നിർബന്ധത്താലല്ല, ദൈവഹിതത്തിന് അനുസരിച്ച് മനഃപൂർവമായും നിർവഹിക്കണം എന്ന് പത്രോസ്ലീഹ എല്ലാവരെയും ഉപദേശിക്കുന്നു. ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പ്രത്യേക സംഭവം വിവരിക്കുന്നു. സെബദിപുത്രന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ തൻ്റെ പുത്രന്മാരുമായി യേശുവിനെ സമീപിച്ച് അവരിൽ ഒരുത്തനെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ, അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ വലത്തുവശത്തും മറ്റേയാളിനെ
ഇടത്തുവശത്തും ഇരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന 3 പേരിൽ 2 പേരാണ് യാക്കോബും യോഹന്നാനും. ഇനി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പദവിയാണ് ഇവർക്ക് ആവശ്യം? എന്താണ് അവരെ ഭരിക്കുന്ന ചേതോവിഹാരം? ഇവിടെ ക്രിസ്തു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ആദ്യമായി, തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സമർപ്പിതരായ ഏവരും അകവും പുറവും ഒരുപോലെ സുതാര്യമായി സൂക്ഷിക്കുന്നവരായിരിക്കണം. മനസ്സിലുള്ള കാര്യം ഏതെങ്കിലും സ്ഥാപിത താൽപ്പര്യമുള്ളതോ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുള്ള ഗൂഢ ലക്ഷ്യമുള്ളതോ ആയിരിക്കുമ്പോൾ തന്നെ പുറമെ വിശ്വസ്തരായി അഭിനയിക്കുന്ന ഒരുതരം സീഡോ അലീജിയൻസ് ഉള്ളവർ ആകരുത്. മനസ്സിൽ ദൈവഹിതപ്രകാരമുള്ള വിചാരങ്ങൾ ഉണ്ടാകുകയും അത് തങ്ങളുടെ സമർപ്പണത്തിന് അനുസരണമായി ദൈവഹിതത്തിനനുസരിച്ച് പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ള കടമയാണ് വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർക്ക് എന്നുള്ളത് അവർ തിരിച്ചറിയണം. മറ്റൊരു കാര്യം കർത്താവ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ജീവിതത്തിൽ ഔന്നത്യം പ്രാപിക്കുന്നതിനും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വളഞ്ഞ വഴികൾ സ്വീകരിക്കുവാൻ പാടില്ല. ലക്ഷ്യത്തോടൊപ്പം തന്നെ അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളും ദൈവിക താൽപ്പര്യത്തിന് ഉള്ളിൽ ഉള്ളത് ആയിരിക്കണം എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. തുടർന്ന് കർത്താവ് അവരോട് സംവദിക്കുമ്പോൾ പറയുന്നത്, ശുശ്രൂഷ എന്നത് സ്ഥാനമാനങ്ങൾ നേടുന്നതിലൂടെ ലഭിക്കുന്നതോ സ്ഥാനമാനങ്ങളിലൂടെ നിർവഹിക്കുന്നതോ അല്ല. അധികാരസ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉപാധിയായി ശുശ്രൂഷയെ കാണുവാൻ പാടില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി സത്യസന്ധമായ ജീവിത മാർഗത്തിലൂടെ ദൈവജനത്തിന് എന്ത് നൽകുവാൻ സാധിക്കും, അവരെ ക്രിസ്തുവിങ്കിലേക്ക് എപ്രകാരം നയിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് പ്രാധാന്യം നൽകണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ശുശ്രൂഷയും അതിൻ്റെ ഔന്നത്യവും നേതൃത്വത്തിനായി നാം സ്വീകരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ തന്നെ എല്ലായ്പ്പോഴും നാം പുലർത്തുന്ന നിലവാരം അത് ദൈവഹിതത്തിന് അനുസരിച്ചുള്ളതായിരിക്കണം. അത് എല്ലാവർക്കും പ്രസക്തമായ ബാധകമായ കാര്യമാണ്. പ്രത്യേകം നിയോഗിതരായ, പ്രത്യേകിച്ച് വൈദിക വൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ടുള്ള പട്ടക്കാർ എന്ത് അളവുകോലാണ് നാം സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷകൾക്കും സ്ഥാനമാനങ്ങൾക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ അവിടെയുള്ള നേതാക്കളും ഭരണക്കാരും അവലംബിക്കുന്ന അളവുകോലും അവരുടെ സ്റ്റാൻഡേർഡും സ്വീകരിച്ചാൽ അത് ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുയോജ്യം ആയിരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. തുടർന്ന് 22-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഞാൻ ഏൽക്കുന്ന സ്നാനം കൈക്കൊള്ളുന്നതിനും ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുമോ? ക്രൂശിലൂടെയുള്ള തൻ്റെ മരണം, ആ മരണത്തിലൂടെ താൻ നേടിയെടുക്കുവാൻ പോകുന്ന സകല സൃഷ്ടിക്കുമുള്ള വീണ്ടെടുപ്പ്, അതിനുവേണ്ടിയുള്ള തൻ്റെ കഷ്ടപ്പാടുകൾ, ഇവയൊക്കെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം തങ്ങൾക്ക് കഴിയും എന്ന് അവർ ഉത്തരം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു അത് അംഗീകരിക്കുന്നു. എന്നാലും തൻ്റെ പിതാവിൻ്റെ ചുമതലയിലുള്ള കാര്യം താൻ തീരുമാനിക്കുന്നില്ല എന്ന് കൃത്യമായി വ്യക്തമായി യേശു അവർക്ക് ഉത്തരവും നൽകി. അതുകൊണ്ട് വളരെ മനഃപൂർവമായി ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ശിഷ്യത്വം, വൈദിക ശുശ്രൂഷ, ദൈവജനത്തിൻ്റെ ഇടയ പരിപാലനം എന്ന കാര്യം യേശു അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്കായി വിനയപ്പെടുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ ക്ഷമയുടെ മാതൃക കാട്ടുന്നതുമാണ് ശുശ്രൂഷകരുടെ പ്രത്യേക ഉയരം, ഔന്നത്യം എന്ന് യേശു പഠിപ്പിക്കുന്നു. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരുടെയും ദാസൻ ആകണമെന്ന് പഠിപ്പിക്കുന്നു. യേശു തൻ്റെ സ്വന്തം ജീവിത മാതൃക അവരുടെ മുൻപിൽ വരച്ച് കാണിക്കുകയാണ്. ശുശ്രൂഷ മറ്റുള്ളവരിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അല്ല, എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനും തൻ്റെ ജീവനെ അവർക്ക് വേണ്ടി, അവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി മറുവിലയായി കൊടുക്കുന്നതിനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് യേശു പഠിപ്പിക്കുന്നു. ഇപ്രകാരം ദൈവഹിതപ്രകാരമുള്ള ശുശ്രൂഷകരായി തീരുവാൻ നമ്മുടെ എല്ലാ പട്ടക്കാർക്കും ദൈവ ജനങ്ങൾക്ക് ഏവർക്കും സാധിക്കണമേ എന്ന് നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. കൂട്ടുപ്രവർത്തകരായി കൂട്ടുത്തരവാദിത്വത്തോടെ ദൈവരാജ്യ വ്യാപനത്തിനും സുവിശേഷ പ്രഘോഷണത്തിനുമായി നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് ശുശ്രൂഷയിൽ വ്യാപൃതരാകാം. എല്ലാ ദൈവജനവും ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രാധാന്യമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരും ആണെന്ന് മനസ്സിലാക്കി പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ശുശ്രൂഷയിൽ മുന്നേറാം. ആരെയും രണ്ടാമതാക്കിയിട്ട് എനിക്ക് ഒന്നാമതാകണം എന്ന ചിന്ത എല്ലാവരും ഉപേക്ഷിക്കേണ്ടതാണ്. അപ്രകാരം സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ദൈവിക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിർവഹിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.